ഞാനാണ് ആദ്യം ഇവിടെ സീസർ സലാഡ് ഇതിൽ സീസർ സലാഡ് പറഞ്ഞിട്ടില്ല. ഞാൻ സീസറും പറഞ്ഞു അതും പറഞ്ഞു. ചോദിച്ചു അവിടെ ചോദിച്ചു. ഞാൻ ഓനോട് ചോദിച്ചു അപ്പോൾ ഇത് വേണോ ചോദിച്ചു. അതും അടിപൊളിയാണ്. എന്നാ ചെയ്തെടുത്തോ, അടിപൊളിയല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് എന്തായാലും കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സർപ്രൈസ് ഉണ്ട്. അപ്പോൾ എന്താണ് സർപ്രൈസ് എന്നുള്ളത് നമുക്ക് പോണ വഴിക്ക് കാണാം. എല്ലാവരും കാത്തിരുന്ന് കാണണം. പ്ലീസ് ടു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് എന്താണ് സർപ്രൈസ് പോണ വഴിക്ക് കാണാം. എല്ലാം വെക്കാനുള്ള സ്ഥലമല്ല കേട്ടോ, കുറച്ചാണ്ട് ഇടേണ്ടി അങ്ങോട്ട് ഡൈനിങ് ബാക്ക് എടുത്തോ, നമുക്ക് അങ്ങോട്ട് ഇടാം. അഫീഫും ടീമൊക്കെ ഇല്ല കയ്യിലുള്ള ക്യാമറ കൊണ്ട് ഇങ്ങോട്ട് ഇടണ്ട. അല്ല നമുക്ക് വീഡിയോ എടുക്കണ്ടില്ല, അപ്പൊ ഇങ്ങോട്ട് തന്നെ ഇടാം. ഞങ്ങൾ നടന്നു വരാം. അല്ല ബെറ്റർ, അങ്ങനെയൊന്നും കുഴപ്പമില്ല. ഞാൻ സാധാരണ വരാം. ഉമ്മച്ചിയും ബസ്സിലും എല്ലാം ഇറങ്ങിയത്. എന്താ ഉദ്ഘാടനത്തിന് ഒന്നും വരികയല്ല. ബാസിലെ ആളായിട്ട് ബാസിലെ സലാമലൈക്കും. സലാമലൈക്കും. അസ്സലാമലൈക്കും. ആ ഉമ്മച്ചിക്ക് അറിയില്ല കേട്ടോ. ഉമ്മച്ചിക്ക് പരിപാടിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത ഉമ്മച്ചി ഉമ്മച്ചിനോട് എന്താ പറയണ അറിയോ? ചങ്ങനകുളത്തേക്കാണ് പോണേ, ഡാപ്സിനെ കാണാൻ പോകാൻ തന്നെ ഒന്നാണ്. അണ്ണൻ നബിലണ്ണൻ സ്വല്പം മാസാവാം. ആള് കൂടിയെടുത്ത് ഞാൻ ഇച്ചിരി തലമ പിടിച്ച് മാസിടാം. ആള് കുടുംബമാണ് ചവൻ, ഞാൻ ഇത്തിരി മാസിടാം. ഇതെന്താ ഇമ്മേതാരാ ജിമ്മ 0.5 ആക്ക് ആരേ വരുന്നേ? കുന്തം കുളച്ചൊക്കെ റേറ്റ് ആള് വന്നിക്കണ. ഏതാ ടീം? ബ്രസീലാരുണ്ടോ? ബ്രസീലാര് പോർച്ചുഗലാ? ഹായ്, എന്താ വിശേഷം? ശ്യാം കൃഷ്ണ എത്രാം ക്ലാസ്സിലാ? LKG എത്തിയിട്ടുള്ള? ഓക്കെ. എന്താ പേര്? അഫാൻ, ഷെമിൽ, ഇസാൻ, ഹാത്തിം. എത്ര? 1 2 ഓ ജസ്റ്റ് മിസ്. പോർച്ചുഗൽ ഫാൻസ് ആണ് ഇതിന്റെ മോനെ. ഹായ് ഹായ്. സൽമാന്റെ ഫാനാണ്. അന്ന് കണ്ടില്ല ചെറിയ മോളെ ഒള്ളക്ക. ഇതിന്റെ മോളെ പേരെന്താ? വെള്ള പേര് ഷെയ്ക്കിന്റെ കൊടുക്കാൻ മതി. ഹായ് ഹായ്. ഒരു മോട് തള കുട്ടി. പശോനെ ഓർമ്മ മറന്ന മൊയലാളി ഓർമ്മ ഉണ്ട്. അന്ന് ഇന്റെ അടുത്തല്ലേ അത്രയും നേരം ഉണ്ടായിനെ. ആള് കൂടുതലുണ്ടല്ലോ. ആള് കൂടുതൽ. അതാണ് കുറച്ച് ഡിമാൻഡ്. ഇന്ന് കുറച്ച് ഫാൻസി ഡ്രസ്സൊക്കെ ഇട്ട് വന്നല്ലേ, ലേശം ഡിമാൻഡ് ആവാം. പല്ലെടുത്തു, പല്ലിന്റെ കുട്ടിന്റെ. അന്ന് വന്നീനി. ഫോട്ടോ എടുക്കണോ? ശരി. അപ്പൊ സുഹൃത്തുക്കളെ ഈച്ചോടെ കോസ്റ്റ്യൂം തയ്യാറെടുപ്പിലാണ്. കോസ്റ്റ്യൂമാ? പടച്ചോനെ. ഇസ്ലാം എന്താ വിശേഷം? സുഖം. ഇവിടെ തന്നെ? ആ ഓക്കെ 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 ഓക്കെ. സുഖം തന്നെ? സുഖമായിട്ട് പോണേ. ആ ഉംറല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ.
ഉംറ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. ആ ഓക്കെ ഹജ്ജ് കഴിഞ്ഞ ഉടനെ തന്നെ തുടങ്ങും. ഓക്കെ ഇപ്പൊ കുറച്ച് തിരക്ക് കുറവാകുമല്ലോ, കമ്പാരിറ്റീവ്ലി കുറവാകും അല്ലേ? ഹജ്ജ് കഴിഞ്ഞ ഗ്യാപ്പിൽ കുറയുമെന്ന് പറയണൊക്കെയുണ്ട്. ഞങ്ങൾ പോയ ടൈമിൽ ഇതേപോലെ, പക്ഷേ ഞങ്ങൾ ആ ടൈമിൽ പക്ഷെ എന്താ നമ്മളൊരു കുറവുള്ള സമയത്താണ് പോയിന്നത്. ഞങ്ങളൊരു ഡിസംബർ അന്നൊരു സുബൈ സമയത്തൊക്കെ നമ്മൾ പോയത്. ഇഷാ കഴിഞ്ഞിട്ട് മെല്ലെ കയറിയിട്ട് സുബൈ കഴിഞ്ഞിട്ട് ഇറങ്ങി. അങ്ങനെ തിരക്ക് കുറവാണ്. പാക്കേജ് ചെയ്യുന്നുണ്ട്. എന്താ പരിപാടി ഷോപ്പ് വിസിറ്റും പിന്നെ ഓല ഏതോ വണ്ടിൻ്റെ ഒരു ലോഞ്ചും ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെയാണ്. വരി ഈച്ചോടെ ഈച്ചു അന്നായിക്കോട്ടെ. ആയിക്കോട്ടെ കാണാം. അസ്സലാമു അലൈക്കും. ആയിക്കോട്ടെ പറയണ്ട. മ്യൂസിക് ഇരുന്നിട്ട് ഷെക്കിനോട് ഇതൊക്കെ സംഗീതത്തിട്ട് വന്നാൽ പോരാ. ആയിക്കോട്ടെ അങ്ങനെ മതി. അത് മതി. അല്ല ഞാനായാലും അങ്ങനെ തന്നെ ഇല്ല അത് വേണ്ട, അത് ഓക്കെയാ. എന്തോ പറ്റിയില്ല അടക്കട്ടെ, ഞങ്ങൾ ഡീൽ ചെയ്ത് തരട്ടെ. ഈച്ചുവിനെ വിളിക്കണ്ടോ ബാജിം ഷാ? വന്നിട്ടില്ലേ? ജപ്പാന് പോയി. ജപ്പാൻ. അസ്സലാമലൈക്കും. ഓക്കെ ഹായ് എന്താ വിശേഷം? ഇത് കളറായത് നാടക്കാരത്തികളാണ്. ഹായ് വിശേഷം? സുഖം. ഹായ് ഇസ്ലാം. കാണാം. ഉള്ളിലേക്ക് വരിടാ. അത് പുറത്തേക്കണേ സെൽഫി എടുക്കണം. ചേച്ചി എങ്ങനെ കണ്ട നമ്മളെ? ഞങ്ങൾ വണ്ടി നിർത്തി ഒന്ന് എത്തിച്ചു നോക്കിയത്, അപ്പോഴാണ് കണ്ടത്. ഓക്കെ കാണാം. ബൈ. സീ യു. വാ വാ. എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ നമ്മൾ പോണ്ടേ? അപ്പോൾ അനുവാ മെച്ചിനെ ഇവിടെ നിർത്തണം. മെച്ചിനോട് പറഞ്ഞാൽ ഈ വണ്ടീൻ്റെ ലോഞ്ച് അനുവ ചെയ്യണത്. ഒരാൾ കൂടെ മെച്ചിനെ നിർത്തണം. ഉമ്മച്ചിൻ്റെ ഇപ്പം നാസീഫിൻ്റെ അടുത്ത് വാ. ഇപ്പം ഉമ്മച്ചിക്ക് മനസ്സിലായി. ലാസ്റ്റ് പോയ പേപ്പർ വർക്ക് നടക്ക്. സൈൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈച്ചോ ഫസ്റ്റ് ലോഞ്ച് ചെയ്യണം. സൈന് പിന്നേക്കെ പോരെ? സൈൻ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാൻ അപ്പം നമ്മൾ ചങ്ങരംകുളമുള്ള ഓട്ടോ ഹെഡ്സിലാണ് കേട്ടോ. അതാണ് ഓരോ ഷോപ്പ്. രണ്ടൂർ സ്ഥലത്തേക്കല്ലേ? സത്യം പറഞ്ഞാൽ ഈച്ചു ഒരുപാട് കാലം ആഗ്രഹിച്ച് ഈച്ചു കുറച്ച് മാസങ്ങളായിട്ട് തൊയ്ര്യം തരാതെ നോക്കി വെച്ച്. ഞാൻ അവനോട് കുറേ പറഞ്ഞു ഇത് എടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ അടുത്ത് ഇപ്പോൾ 17s കിട്ടുന്നുണ്ട്, അർബാനി ഉണ്ട്, ഐക്രോസ് ഉണ്ട്, എറ്റിയോസ് ഉണ്ട്, ഡിസയർ ഉണ്ട്. ബീക്കിഞ്ഞൊരു വണ്ടീൻ്റെ ആവശ്യമില്ല ഞാൻ ഈച്ചിനോട് 100 വട്ടം പറഞ്ഞേ. പക്ഷെ ഓരോ പ്രായത്തിൻ്റെ ആഗ്രഹങ്ങളാണ്. ഇവിടുന്ന് സൈൻ ചെയ്യണേ? സൈൻ ചെയ്യാൻ ഇല്ലല്ല കുഴപ്പമില്ല. ഹായ് അവിടുന്ന് ഹായ്. അപ്പം ഇതിൻ്റെ ബാക്കിലുള്ള സ്റ്റോറി പലർക്കും അറിയണമെന്നില്ല. അപ്പോൾ ഈച്ചു പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് ക്രിസ്റ്റ വാങ്ങിയ സമയത്ത് അല്ലെങ്കിൽ മുമ്പ് എറ്റിയോസ് വാങ്ങുന്ന ടൈമിലോ ഞാൻ പ്രാധാന്യം കൊടുക്കൽ എപ്പോഴും എന്തിനാന്ന് വെച്ചാൽ കംഫർട്ടിനാണ്. കാരണം നമുക്ക് ലോങ് ട്രാവൽ ചെയ്യാണ്ടോ, നമുക്ക് ഇവൻറ്റ്സ് കഴിഞ്ഞിട്ട് ലോങ് ആയിട്ട് തിരിച്ചു പോരാണ്ടോ, എപ്പോഴും ഏറ്റവും അറ്റ്മോസ്റ്റ് കംഫർട്ടിൽ എങ്ങനെ ഒരു സ്ഥലത്ത് പോയി പോരാന്നുള്ളതാണ് ഞാൻ എപ്പോഴും വണ്ടി എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. അതാണിപ്പം ഇതിൻ്റെ വണ്ടികൾ നോക്കുകയാണെങ്കിൽ എറ്റിയോസ് ആണെങ്കിലും ഡിസയർ ആണെങ്കിലും. ഡിസയർ ഇപ്പോൾ ഞാൻ എക്കണോമിക്ക് വേണ്ടി എടുത്താണ്. എൻ്റെ നാട്ടിലെ ഓട്ടങ്ങൾ കാര്യങ്ങളൊക്കെ എക്കണോമി ലെവലിലായി ഓടാൻ വേണ്ടിയിട്ട് എടുത്താണ്. അതുപോലെ തന്നെ ഹൈക്രോസ് ആണെങ്കിലും എനിക്കൊരു എക്കണോമി ലെവൽ, കാരണം അത്ര ബഡ്ജറ്റിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബെൻസോ BMW അതിൻ്റെ മറ്റേ ഡൽഹിയിൽ നിന്ന് അവിടെ നിന്നൊക്കെ കുറേ വണ്ടി എടുക്കാമായിരുന്നിട്ട് ഞാൻ ഹൈക്രോസ് എടുത്താന്ന് വെച്ചാൽ ഒരു എന്തോ പറയല്ലോ ഹൈക്രോസിന് ഹൈബ്രിഡ് ആകുമ്പോൾ വെച്ചാൽ കുറച്ച് മൈലേജ് കിട്ടും, എക്കണോമി തന്നെ ഓടട്ടെ. ഇനി അർബാനി ആണെങ്കിലും ഇത്ര 17 ഇപ്പോൾ അർബാനിയും ഹൈക്രോസും കൊടുത്ത പൈസ മതി നമുക്ക് വലിയ എന്തെങ്കിലുമൊക്കെ വലിയ ലക്ഷറി വെഹിക്കിൾസൊക്കെ പോകാൻ. പക്ഷേ അപ്പോഴൊന്നും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈച്ചു അത്ര ഹാപ്പി ആയിട്ടുള്ള സംഭവം അല്ലേ. ഓക്കെയാണ്, ഹൈക്രോസ് കുഴപ്പമില്ല. പക്ഷെ എന്നാലും ആശാൻ എപ്പോഴും ഇഷ്ടം 4x4, അതേപോലെ ഫോർച്യൂണർ ഓടിക്കുക, അതുപോലെ തന്നെ എൻഡേവർ, അതുപോലെ തന്നെ ഇങ്ങനെ മറ്റേ കുന്ന് കയറാനും മല കയറാനൊക്കെ പറ്റണോണ്ട് എന്നോട് എപ്പോഴും ചോദിക്കും ഹൈക്രോസ് എടുത്ത് കുന്ന് കയറാൻ പറ്റുമോ?
അർബാനി എടുത്ത് കുന്ന് കയറാൻ പറ്റുമോ. അപ്പം ഇനി എനിക്കും കാണേണ്ടത് എന്താ വെച്ചാൽ എവിടേക്കാണ് ഈ കുന്ന് കയറുന്നതെന്നാണ് എനിക്ക് കാണേണ്ടത്. കാരണം കുന്ന് കയറാൻ പറഞ്ഞിട്ടാണ് ഇപ്പം എന്നോട് ഈ വണ്ടി പറഞ്ഞിട്ട് ഇവനൊക്കെയാണ് മോട്ടറാക്കണത് ഇപ്പം ഈ റായിഫൊക്കെ. അതായത് ഇതേപോലെ ഡിഫൻഡറിൻ്റെ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്ത് നടന്നുകൊണ്ട് അവസാനം ചെക്കനെ മോട്ടറാക്കി. അപ്പോൾ ഈച്ചുവിന് ഇപ്പോൾ എത്ര വയസ്സായി? 20-21 സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. 20. അപ്പം 20 വയസ്സിലാണ് ഈച്ചുള്ളത്. സോ എൻ്റെ 20ൽ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ എൻ്റെ 20ാമത്തെ വയസ്സിൽ എൻ്റെ അടുത്ത് ആകെയുള്ളത് എനിക്ക് തോന്നുന്നു വീട്ടിലത്തെ ഒരു എസ്റ്റിലോ വാപ്പ വാങ്ങിയ വണ്ടിയാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരു സെൻ ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിൽ, പിന്നെ ഒരു സ്പ്ലെൻഡർ, പിന്നെ ഒരു സ്കൂട്ടി പെപ്പ്. ഈ 4 വണ്ടികളിലൂടെയാണ് ഞാൻ ജീവിച്ചു വന്നത്. അപ്പം 20ാമത്തെ വയസ്സിൽ മാഷാ അല്ലാ അൽഹംദുലില്ലാ ലൈക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു വണ്ടി വാങ്ങാന്നുള്ളത് പറഞ്ഞാൽ എന്തായാലും വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ്. സോ സ്വന്തമായി അധ്വാനിച്ച് സ്വന്തമായി പണിയെടുത്തിട്ട് ഒരു വണ്ടി സ്വന്തം പോക്കറ്റിൽ ആക്കുക നല്ല തീരുമാനമായാൽ മതിയേനി. ഞാൻ അപ്പോഴേ പറയുന്നുണ്ട് ഇത്ര വണ്ടിൻ്റെ ആവശ്യം പരിയില്ല. കാരണം ഓൾറെഡി അല്ല നോക്കുകയാണെങ്കിലും എന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷനാണ് വണ്ടി. കുന്ന് കയറണ ഈ പൈസക്ക് നമുക്ക് ജിമ്മി എടുക്കാം. താറ് ഫ്രഷ് താറ് കിട്ടൂല നമുക്ക് ഇതിലേറെ ചെറിയ പൈസക്ക്. അങ്ങനത്തെ എനിക്ക് കുറച്ച് ഹൈറ്റ് ഇരുന്ന് വണ്ടി ഓടിക്കണം. പക്ഷെ ഫോർച്യൂണറിന് ഈ നമ്മളിപ്പോൾ എടുക്കാൻ പോണ വണ്ടീൻ്റെ ഒരു കംഫർട്ട് കിട്ടൂല. ഹൈറ്റിൽ അർബാനിയൊക്കെ നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. അതാണ് അർബാനിയെ കൊണ്ട് കുന്ന് കയറാൻ പറ്റൂല. ഹൈക്രോസിലാണെങ്കിൽ പറ്റത്താന്ന് പോയി. അപ്പം എന്തായാലും പർപ്പസ് എന്തായാലും നടക്കട്ടെ. അപ്പൊ എന്തായാലും എനിക്ക് ഫുൾ താല്പര്യം. ഞാൻ ഫുള്ള് എടുത്തോ എന്ന് പറഞ്ഞ് മോട്ടറാക്കിയിട്ടല്ല ഈ വണ്ടി എടുക്കണത്. ഈ ചുന്നെ പറഞ്ഞ മോട്ടറാക്കിയിട്ടാണ് ഈ വണ്ടി എടുക്കുന്നത്. ഒന്ന് എടുക്കട്ടെ പറഞ്ഞു. അപ്പം ഞാൻ ഒരിങ്ങനെ 50-50 നിൽക്കുന്നത്. പക്ഷെ എന്നാലും ഒരു പ്രായത്തിൻ്റെ ആഗ്രഹമാണ്. ഇപ്പം ഞാൻ എൻ്റെ പ്രായത്തിൽ ആഗ്രഹിച്ച ഒരുപാട് സംഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല. 18-ലാണെങ്കിലും 19-ലാണെങ്കിലും 20, 21, 22 ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രായത്തിലൊന്നും എനിക്കത് സ്വന്തമാക്കാനുള്ള എൻ്റെ അടുത്തൊരു സാമ്പത്തികമോ അല്ലെങ്കിൽ എനിക്കത് ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ വീട്ടുകാരുടെ അടുത്തൊരു സാമ്പത്തികമോ ഞാൻ കുറ്റം പറയില്ല. നമുക്ക് എന്താണോ നമുക്ക് ഇല്ലാത്തതെന്ന് ഇന്ന് ഇത്രയും നമ്മളെപ്പച്ചി ആക്കി തന്നിട്ട്. പക്ഷെ എന്നാലും ഇത്ര വലിയ ഡ്രീംസൊക്കെ കിടക്കാൻ ആ പ്രായത്തിലുള്ള സാമ്പത്തികം എൻ്റെ കയ്യിലും എൻ്റെ ഇപ്പച്ചിൻ്റെ അടുത്തല്ലേനി. പക്ഷെ ഇന്നിപ്പോൾ ഓനോ എൻ്റെ 18, 16, 17 മുതൽ ഞാൻ ചിന്തിക്കുമ്പോൾ 10ാം ക്ലാസ് മുതൽ പാടുണ്ട്. 8ാം ക്ലാസ് മുതൽ പാട്ട് കാര്യങ്ങളുണ്ട്. 8, 9, 10 മുതൽ ഷോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു കൂട്ടി വെച്ച് എന്താണോ കയ്യിലുള്ളത് ഒരു കൂട്ടി വെച്ചിട്ടാണ് നീച്ചു ഈ ഒരു വണ്ടി വാങ്ങുന്നത്. സോ 8ാം ക്ലാസ് മുതൽ പറഞ്ഞാൽ ഇപ്പോൾ 8, 9, 10, +1, +2 പിന്നെ +1, +2 പീക്ക്. +2 സയൻസിൻ്റെ ടൈമിൽ സ്കൂളിലേ പോയിട്ടില്ല. വെറും പരിപാടി എടുത്തിറക്കാം. അപ്പോൾ എനിക്കും തോന്നി ഈ പൈസ ഒക്കെ ഇപ്പം എന്താ ഇപ്പം ചെയ്യാൻ വേണ്ടിയിരുന്നു. കറക്റ്റ് പൈസ വാങ്ങും. എന്നാൽ ചിലവുകളായിട്ട് ഇങ്ങനെ ഏറിപ്പോയാൽ കുറച്ച് കോഫി ഷോപ്പിൽ പോയി കോഫി കുടിക്കുക അങ്ങനത്തെ സാധനങ്ങളല്ലാതെ ഞാൻ കൂടുതൽ വലിയ ചിലവൊക്കെ പോണ കാണില്ല. പിന്നെ ഫോണുകളാണെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളിലൊക്കെ